മക്കളെ, വെൽക്കം ടു സൈലം. സോ നമുക്കറിയാം മൺഡേ ആണ് നമ്മുടെ എക്കണോമിക്സ് എക്സാം. സോ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഒരു 30-35 മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മിസ് എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ബോണസ് പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഈ ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കുറെ കണ്ടന്റ്സ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ അതിൽ ഒരു കണ്ടന്റ് ആണ് ഇത്. ഫ്രീക്വൻസി ഡയഗ്രാം സിമ്പിൾ ആണ്. ഇതിൽ നമ്മൾ ഫ്രീക്വൻസി കർവ്, ഫ്രീക്വൻസി പോളിഗൺ, ഹിസ്റ്റോഗ്രാം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കൂടാതെ ഒജീവിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി പോവർട്ടി 8 മാർക്കിന് ഒരു എസ്സേ വരുന്ന ഒരു ചാപ്റ്റർ ആണിത് അല്ലെ. സോ ഇത് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ ഒരു ചാനലിൽ നമ്മൾ കോണ്ടന്റ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഒക്കെ ഈ വീഡിയോന്റെ താഴെ തന്നെ ലിങ്ക് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. ആ 30-35 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്താൽ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഗോൾസ് ഓഫ് 5-year പ്ലാൻ, വളരെ ഇമ്പോർട്ടന്റ്. ഗോൾസ് ഓഫ് 5-year പ്ലാൻ ഏതൊക്കെ നിങ്ങൾ എഴുതണം? ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി ഇതിനെ പറ്റി എഴുതിയിരിക്കണം. അത് കൂടാതെ വെറുതെ സ്റ്റേറ്റ് ചെയ്താൽ മാത്രം പോരാ, എന്തും കൂടി ചെയ്യണം. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനും കൂടി കൊടുത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ലിബറലൈസേഷൻ മെഷേഴ്സ്? ഓക്കെ, നമുക്കറിയാം ലിബറലൈസേഷൻ മെഷേഴ്സ് വന്നിട്ട് 5 തരത്തിലുള്ള റീഫോംസ് ആണ് കൊണ്ടുവന്നത്. ഏതൊക്കെയായിരുന്നു? ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്, ടാക്സ് റീഫോംസ് അല്ലെ. അങ്ങനെ പല പല രീതിക്കുമുള്ള പിന്നെ ഇനി 2 സെക്ടേഴ്സ് കൂടി ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസും ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റീഫോംസും. ഓക്കെ, സോ ഹെഡിങ് മാത്രം കൊടുക്കരുത്, അതിന്റെ കൂടെ തന്നെ എന്താണ് ഇങ്ങനെ പോയിന്റ്സും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. കാരണം ചിലപ്പോ ഈ 5 റീഫോംസിൽ ഏതെങ്കിലും 2 മാത്രം എടുത്ത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമായിരിക്കും 5 മാർക്കിന്. ഓക്കെ, സോ ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് ഫസ്റ്റ് 2 റീഫോംസ്. ഇനി അടുത്ത 3 റീഫോംസ് ആണ് കേട്ടോ ഇത്. ഓക്കെ, സെറ്റ് ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെ. നമുക്കറിയാം ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ, സോ അതിന്റെ എക്സ്പ്ലനേഷനും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ മക്കളെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇതിനുള്ള ആൻസേഴ്സ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്താണ് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ 2 സോഴ്സസിന്റെയും എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇനി അടുത്ത 3 സോഴ്സസ് ആണിത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ IPR 1956. ഓക്കെ, നമുക്കറിയാം IPR 1956 വന്നതോടുകൂടി നമ്മൾ ഇൻഡസ്ട്രീസിന് 3 ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? സ്കെഡ്യൂൾ A ഉണ്ട്, സ്കെഡ്യൂൾ B ഉണ്ട്, സ്കെഡ്യൂൾ C ഉണ്ട്. ഓക്കെ, സോ ഇത് ഓരോന്നും ഏതൊക്കെയാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ 5th ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. അതായത് LPG റീഫോംസ് വന്നതിലൂടെ അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രീസിനും എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തതെന്നാണ്. നമുക്കറിയാം പ്രത്യേകിച്ച് ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല, ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് കുറച്ചു എന്നുള്ള കാര്യങ്ങൾ അറിയാം. ഓക്കെ, സോ ഇത് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ട് ഇവിടെ നോക്കൂ. നമ്മൾ മിനിമം സപ്പോർട്ട് പ്രൈസ് ഒഴിവാക്കി, പിന്നെന്താണ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് നമ്മൾ കുറച്ചു. അപ്പൊ തന്നെ മറ്റു രാജ്യങ്ങളിലെ സാധനങ്ങളൊക്കെ ഈസിലി എവിടെ അവൈലബിൾ ആവാൻ തുടങ്ങി? ഇന്ത്യയിൽ അവൈലബിൾ ആവാൻ തുടങ്ങി അല്ലെ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നും ഉണ്ടായില്ല എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് വരികയാണെങ്കിലോ നമുക്കറിയാം അവിടെയും ഇത് തന്നെയാണ്. ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നില്ല അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഗ്രോത്തും സംഭവിച്ചിരുന്നില്ല. ഓക്കെ, പിന്നെ മറ്റു രാജ്യങ്ങളിലെ ചീപ്പർ ആയിട്ടുള്ള ഇമ്പോർട്ട്സ് വന്നതോടുകൂടി ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്തും കുറഞ്ഞു. ഓക്കെ, സോ അതാണ് കേട്ടോ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മെൻഷൻ എനി ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO. നമുക്കൊരു 6-7 ഒബ്ജക്റ്റീവ്സ് നമുക്കുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറഞ്ഞു 2-3 പഠിച്ചു വെക്കുക. അതായത് എൻവയറൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുക, ഗുഡ്സും സർവീസസിന്റെയും പല കൺട്രീസിന്റെയും അവർ നടത്തുന്ന ട്രാൻസാക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക, അതിനൊരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരിക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? WTO ചെയ്യുന്നത്. WTO ഏത് കൊല്ലാ വന്നത്? 1995 കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം മക്കളെ, ചിലപ്പോൾ 1 മാർക്കിന് ചോദിച്ച് കാണാറുണ്ട്. ഇനി ഇമ്പാക്ട് ഓഫ് 5-year പ്ലാൻ ഓൺ അഗ്രികൾച്ചർ. നമുക്കറിയാം 5-year പ്ലാൻ വന്നിട്ടുണ്ട് എന്നുള്ളത്, അതിന്റെ ഗോൾസ് നമ്മൾ പഠിച്ചു. ആ ഒരു ഇമ്പാക്ട്, അത് വന്നതിനുള്ള ഒരു ഇമ്പാക്ട് അഗ്രികൾച്ചർ സെക്ടറിൽ എങ്ങനെ സംഭവിച്ചു എന്നാണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ ലാൻഡ് റീഫോംസ് കൊണ്ടുവന്നു. എന്താ ലാൻഡ് റീഫോംസ്? ഒരാളുടെ ലാൻഡ് ഓണർഷിപ്പ് മറ്റൊരാൾക്ക് കൊടുക്കുന്നതാണ് എന്ത്? ലാൻഡ് റീഫോംസ്. ഇനി ലാൻഡ് സീലിംഗ് ഉണ്ടായി, അതായത് ഒരാളുടെ കൈവശം എത്ര ഭൂമി വരെ കൈവശം വെക്കാൻ പറ്റും എന്നുള്ള മാക്സിമം ലിമിറ്റ് ആണ് എന്ത്? ലാൻഡ് സീലിംഗ്. ഓക്കെ, അതിന് ഇമ്പാക്റ്റും കൂടി മെൻഷൻ ചെയ്യുക, കാരണം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇത് മാത്രമാണോ പോസിറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ? അല്ല, നമുക്കറിയാം എന്തും കൂടി സംഭവിച്ചു. ഗ്രീൻ റെവല്യൂഷൻ വന്നു അല്ലെ. അപ്പൊ ഗ്രീൻ റെവല്യൂഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഗ്രീൻ റെവല്യൂഷന്റെ മെറിറ്റ്സും അറിഞ്ഞിരിക്കണം, മറിച്ചും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ നമുക്കറിയാം സബ്സിഡീസിനെ പറ്റി ഒരു ഡിബേറ്റും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അതും കൂടി മെൻഷൻ ചെയ്യും. എവിടെ? അഗ്രികൾച്ചർ സെക്ടറിലെ ഇമ്പാക്ട് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, മറ്റേ ഗ്രീൻ റെവല്യൂഷന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ മക്കളെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ. എന്താണ്?
റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സെൽഫിഷ്നെസ്, അതായത് അവർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ റെയിൽവേ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ പോലും അത് ആക്ച്വലി ആർക്ക് നല്ലത് ആയിട്ട് വന്നു? നമുക്ക് തന്നെ സംഭവിച്ചു. സോ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം റെയിൽവേ 1850 വന്നത് അല്ലെ. അപ്പൊ അത് വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു? നമുക്ക് വേറൊരു ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാനും സാധിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ എഴുതാം. ഓക്കെ, സോ ഇങ്ങനത്തെ ഇത്രയും കുറച്ച് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ മൺഡേത്തെ എക്സാമിന് വേണ്ടി ഓൾ ദി ബെസ്റ്റ്. ഒരു കാരണവശാലും മറക്കരുത്, ഇന്ന് നമ്മൾ അതായത് നമ്മുടെ മാരത്തോൺ ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് ഇന്ന് ഞാനും അഖില മിസ്സും വരുന്നതായിരിക്കും. നാളെ നമ്മൾ മെഗാ മാരത്തോൺ ആയിട്ട് നമ്മുടെ എല്ലാം ചാപ്റ്റേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. സോ മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വരണം. ആൻഡ് ഓൾസോ നമ്മൾ എക്സാമിന്റെ അന്ന് മൺഡേ രാവിലെ നമ്മൾ എന്തും കൂടി തരുന്നതായിരിക്കും, ബൂസ്റ്റർ തരുന്നതായിരിക്കും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നന്നായിട്ട് തന്നെ പഠിക്കാം. താങ്ക് യു.